Hi friends, welcome to Lemon Gards. നമുക്കൊരു നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് സോൾട്ട് ആവശ്യത്തിന്, പിന്നെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു ഹാഫ് ലെമൺ ജ്യൂസ്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കാണും, ഇതിലേക്ക് ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മളിവിടെ ഒരു 750 ഗ്രാം റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ റൈസ് ക്ലീൻ ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഈ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തു. ഈ വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 3 പീസ് ചെറിയ പീസ് കറുവപ്പട്ട ഇട്ടു. അതുപോലെ തന്നെ ഒരു 5 ഏലക്ക, കുറച്ച് മിൻറ്റ് ലീവ്സ്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. റൈസ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ച് ചിക്കൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു എയർ ഫ്രയറിൽ ജസ്റ്റ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. 25 മിനിറ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്താൽ മതി എയർ ഫ്രയറിലാണെങ്കിൽ. ഇൻ കേസ് ഇപ്പം എയർ ഫ്രയർ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിനകത്ത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ മാക്സിമം. കാരണം ചിക്കനകത്തുനിന്ന് ആ നെയ്യൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെന്തോളും. നമുക്കത് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇവിടെ ബിരിയാണിയുടെ മസാല നമുക്ക് റെഡിയാക്കാം. അപ്പം ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അപ്പോൾ ഇവിടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് പാൻ വെച്ച് പാൻ ചൂടായി. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക ഒരു 5 ഏലക്ക, ഗ്രാമ്പു 5 എണ്ണം, പിന്നെ നമ്മുടെ തക്കോലം ഒരു 2 എണ്ണം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3-4 പീസ് ചെറിയ പീസ് ജാതിപത്രി, പിന്നെ അതുപോലെ ജീരകം, നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ, കറുവപ്പട്ട ഒരു 2-3 പീസ്. അപ്പം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ അന്നേരം തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അന്നേരം പൊടിച്ച് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ്. കാരണം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പോകാതിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സമയമില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി പാത്രത്തിൽ എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്ത് വെച്ചു. അപ്പോൾ ഇത് ചൂടായപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അപ്പം നമ്മൾ അതൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്കൊരു 3 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സവോള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം വെരി ലോ ഫ്ലെയിം മതിയേ. മുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാല ഇതിപ്പം നമ്മളിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന്
മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മീഡിയം ടൊമാറ്റോസ് ഇവിടെ ചെറുതാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ടൊമാറ്റോസ് നമുക്കിതിലേക്ക് ചേർത്ത് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു പിടി മിൻറ്റ് ലീവ്സ്, പുതിനയില, അതുപോലെ തന്നെ മല്ലിയില. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇതിനകത്ത് തൈര് ചേർക്കുന്നില്ല. അപ്പം നമുക്ക് പുളി എന്തോരം നമുക്ക് വേണോ അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. കാരണം വേറെ പുളിക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ ടൊമാറ്റോസ് മാത്രമേ ഉള്ളൂ. നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് നന്നായി ഒന്ന് സോഫ്റ്റായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോസൊക്കെ ഇവിടെ നന്നായി സോഫ്റ്റായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്തതായിരുന്നു, റൈസിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കവർ ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നമുക്കൊരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒനിയൻ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ജസ്റ്റ് കനം കുറച്ച് അരിഞ്ഞ് കുറച്ച് എണ്ണയും ഒരു ടേബിൾ സ്പൂൺ, ഒത്തിരി എണ്ണയൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഈ ഒനിയൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ എണ്ണ ഓയിൽ എടുക്കണം എന്നില്ല, ജസ്റ്റ് ഒനിയൻ മാത്രം എടുത്താൽ മതിയെ. ഉണക്കമുന്തിരിയും പിന്നെ കാഷ്യൂ നട്ട്സും കൂടെ വേണമെങ്കിൽ ഗീക്കകത്ത് വറുത്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓയിലിനകത്ത് വറുത്തെടുത്താലും മതി. ഇനി ബിരിയാണി നമുക്ക് റെഡിയാക്കാം. അപ്പം നമ്മൾ ആ ചിക്കൻ റെഡിയാക്കിയത് ആ പാത്രം തന്നെയല്ലേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ പാത്രം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതിൻ്റെ ലെയറായിട്ട് നമുക്ക് ഈ റൈസും ചിക്കനും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയായിരിക്കുന്ന ചിക്കൻ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടി നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഒനിയനും അതുപോലെ കാഷ്യൂ നട്ട്സും പിന്നെ ഉണക്കമുന്തിരി വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റൈസ് നമുക്കിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ ലെയറിൻ്റെയും കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് ഈ പാത്രത്തിൻ്റെ തന്നെ അടപ്പ് വെച്ച് നമുക്ക് നന്നായി ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും എയർ ടൈറ്റ് ആയിട്ടിരുന്നോട്ട്, ഒട്ടും ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് നമ്മുടെ ഓവനിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓവൻ ഇവിടെ 170 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. ഹാഫ് ആൻ അവർ വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. ഒക്കെ നന്നായി നമ്മൾ 3/4 ഭാഗം വേവിച്ചുണ്ടായിരുന്നുള്ളൂ, നന്നായി റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പം നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.